സ്റ്റുഡൻസ് വെൽക്കം ബാക്ക്. നമ്മൾ പ്ലസ് ടു സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എക്സാം 2024 ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രമല്ല നമുക്ക് ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഒരു ടോട്ടൽ ഏകദേശം അറൗണ്ട് ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിൽ 15ഓളം ക്വസ്റ്റ്യൻസിൽ മിക്കവാറും അതിൽ 10 ക്വസ്റ്റ്യൻസിന് മുകളിൽ ഷുവറായിട്ട് വരും മക്കളെ. ഇനി പറയാൻ പറ്റില്ല, നമുക്ക് ഫുള്ള് വരാമെന്ന് പറയാം. 10 ക്വസ്റ്റ്യന് മുകളിൽ ഷുവർലി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് സെഷൻ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സെഷൻസാണ് നിങ്ങൾ പഠിക്കേണ്ടത്, മസ്റ്റായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് നല്ല മാർക്കുകൾ കിട്ടും. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, റെയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് മക്കളെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് നോക്കുക. അതിൽ നിങ്ങൾക്ക് വേറെ ഒന്ന് ഹെൽപ്പ് വേണമെങ്കിൽ ഷുവർലി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ, ഞാൻ ഫ്രീ ആകുമ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പാക്കാൻ വേണ്ടി ഞാൻ മാക്സിമം നോക്കാം. പക്ഷേ കൂടുതൽ ആളുകൾ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിനനുസരിച്ച് സമയം കളയാൻ പറ്റും. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇങ്ങനെ എക്സാമിന് ടെൻഷൻ അടിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയെങ്കിലും ഒന്ന് കരകയറിയാൽ മതി. അവർക്ക് എന്തായാലും നിങ്ങൾ എത്തിച്ചു കൊടുക്കട്ടെ. അവർക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് അറിയില്ല. കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. കുറേ പഠിച്ചിട്ടൊന്നും കാര്യമില്ല, വേണ്ടത് പഠിച്ചൊന്ന് ഉറപ്പിക്കട്ടോ. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷുവർ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ പെർട്ടിക്കുലർ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ നോക്കിയിട്ട് അത് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി നമ്മൾക്കുള്ള ക്വസ്റ്റ്യൻസാണ് 15ഓളം ക്വസ്റ്റ്യൻസാണ് കേട്ടോ, 2 പാർട്ടിലും കൂടി വരിക. അപ്പോൾ നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മസ്റ്റ് സ്റ്റഡിയാണ് കിർച്ചോഫിൻ്റെ സെക്കൻഡ് റൂൾ. അതുപോലെ കിർച്ചോഫ് സെക്കൻഡ് റൂൾ മാത്രമല്ല മക്കളെ, ഫസ്റ്റ് റൂൾ രണ്ടും പഠിക്കണം. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അന്ന് ചെയ്തതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് വേണ്ടത് മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് കിർച്ചോഫിൻ്റെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് കിർച്ചോഫിൻ്റെ 2 ലോയും നിർബന്ധമായിട്ടും പഠിക്കുക. അതുപോലെ തന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ബാലൻസിങ് കണ്ടീഷൻ. അതെന്തായാലും നമുക്ക് 100% തന്നെ പറയാൻ പറ്റുന്ന ടോപ്പിക്കാണ്. മസ്റ്റാണ്. അപ്പോൾ അതിൽ നമ്മൾ P/Q = R/S എന്നോ R1/R2 = R3/R4 എന്നുള്ള ആ ഒരു ഇക്വേഷൻ്റെ ഡെറിവേഷൻ നല്ല സർക്യൂട്ട് ഡയഗ്രമൊക്കെ വരച്ചിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ സർക്യൂട്ട് ചെയ്യണമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കിർച്ചോഫ് ആ കൂട്ടത്തിൽ തന്നെ പഠിക്കുക. ആദ്യം കിർച്ചോഫ് പഠിക്കുക. കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ ഇതാ പഠിക്കേണ്ട, കിർച്ചോഫിൻ്റെ 2 റൂളും പഠിക്കുക. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നേരെ വീറ്റ്സ്റ്റോൺ പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ നല്ല മാർക്ക്, കുറച്ചും കൂടി മാർക്ക് കൂടുതൽ വേണ്ട കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓംസ് ലോൻ്റെ ഭാഗവും പിന്നെ റെസിസ്റ്റേഴ്സിൻ്റെ ഡിപ്പെൻഡൻറ്റ് ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് അത് നോക്കിയാൽ മതി. ധാരാളം. അതിനപ്പുറം ഒന്നും ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി നിങ്ങൾ നോക്കണ്ട. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് നമ്മൾ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സിൽ ബയോട്ട്-സാവാർട്ട് ലോ അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആംബിയർ സർക്യൂട്ടൽ തിയറം അത് തന്നെയാണ് ഞാൻ കൊടുത്തത്. ആംബിയർ സർക്യൂട്ടൽ തിയറം അതിന് 2 ആപ്ലിക്കേഷനാണ് ഇപ്പോൾ സിലബസിലുള്ളത്. ഒന്ന് വയറിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ വയറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, വയറിൽ കൂടി കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് കണ്ടെത്താൻ ആംബിയർ സർക്യൂട്ടൽ ലോ. അതുപോലെ തന്നെ സോളിനോയിഡിൻ്റെ കേസ് വരുമ്പോഴും ആംബിയർ സർക്യൂട്ടൽ ലോ ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ 2 കേസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കണം. അതിൽ ആംബിയർ സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് പഠിക്കുക. പിന്നെ കൂടുതൽ മാർക്കിന് പറയും, കുറേ കുട്ടികൾ അങ്ങനെ ഡബിൾ പാസ് ഈ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് എത്തും കേട്ടോ. അതിൽ കുറച്ചുകൂടി നല്ല മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുടെ മക്കൾ നിങ്ങൾ MCG നോക്കുക. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ അല്ലേ, ആ ഒരു ഭാഗം കൂടി നോക്കുക. അതിൽ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്ററും ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട് മീറ്ററിൻ്റെ ആ കൺവേർഷൻ കൂടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മൂവിങ് ചാർജ് സെറ്റാണ്. അപ്പോൾ മൂവിങ് ചാർജസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൂവിങ് ചാർജസിൽ ബയോട്ട്-സാവാർട്ട് ലോ, ആംബിയർ സർക്യൂട്ടൽ ലോ, MCG, പിന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു 1 വേർഡ് സെഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ പാരലലി കയറി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് പാത്ത്, പെർപെൻഡിക്കുലറിൽ കയറി കഴിഞ്ഞാൽ ചാർജഡ് പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് ഓഫ് പാത്ത് എന്താണ്, നിങ്ങൾക്ക് റിപ്പീറ്റ് ക്വസ്റ്റ്യനാണ്. സർക്കുലർ പാത്താണ്. 0 ഡിഗ്രീനും 90 ഡിഗ്രീൻ്റെ ഇടയിലാണ് കയറിയെങ്കിൽ ഹെലിക്കൽ ഷേപ്പാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളും ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കട്ടോ. നല്ല മാർക്ക് സുഖമായിട്ട് സ്കോർ. നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞത്, നിങ്ങൾ ഫെയിൽ ആവേണ്ട സിറ്റുവേഷനിലൊക്കെ വന്നത് കേട്ടോ. ഓക്കെ, ഡോൺ വരെ നമുക്ക് ഇപ്രാവശ്യം കയറാൻ പറ്റും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ AC ജനറേറ്ററാണ്. നമ്മൾക്ക് AC എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ AC ജനറേറ്ററാണ് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. AC ജനറേറ്റർ അതുപോലെ തന്നെ അവിടെ വരുന്ന EMFൻ്റെ ഇക്വേഷനുണ്ട്, AC വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും. നമ്മൾ V = V0 sin ωt, NAB ω sin ωtൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. അത് നമ്മൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ സ്ട്രെസ് ചെയ്യില്ല. AC ജനറേറ്ററിനെ കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. അത്ര സ്ട്രെസ് ചെയ്യേണ്ട ടോപ്പിക്കല്ല കേട്ടോ. അത് ഞാൻ റയറും കൂടി ഇടയ്ക്കും, നിങ്ങൾ റയർ മീൻസ് വളരെ റയർ അല്ല, പക്ഷെ അത്ര സ്ട്രെസ് ചെയ്യേണ്ട ടോപ്പിക്കല്ല. ബട്ട് ടൈം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മസ്റ്റാണ് ഫ്രം വേവ് ഒപ്റ്റിക്സ് ഹൈഗൺസ് പ്രിൻസിപ്പിൾ എന്താണെന്നും അതിൽ നമ്മൾ റിഫ്ലക്ഷനും അതിലേക്ക് ഏതെന്ന് പറയാൻ പറ്റില്ല മക്കളെ. ലോ ഓഫ് റിഫ്ലക്ഷനും ലോ ഓഫ് റിഫ്രാക്ഷൻ നമ്മൾ സ്നെൽസ് ലോ ഇല്ലേ, ഇതിൻ്റെ പ്രൂഫ് ഫ്രം ഹൈഗൺസ് പ്രിൻസിപ്പിൾ മസ്റ്റ് സ്റ്റഡിയാണ് വേവ് ഒപ്റ്റിക്സ്. വേവ് ഒപ്റ്റിക്സ് എന്നപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഞാൻ ചാപ്റ്ററിൻ്റെ ഒരു ഔട്ട്ലൈൻ കൂടി പറഞ്ഞുതരാം. അതിൽ മസ്റ്റ് പഠിക്കേണ്ട അല്ലെങ്കിൽ റയർ ആണെങ്കിൽ പോലും നോക്കിയിരിക്കേണ്ട ടോപ്പിക്സാണ് വേവ് ഒപ്റ്റിക്സിൽ. ഹൈഗൺസ് പ്രിൻസിപ്പിൾ തന്നെയാണ് ആദ്യം നോക്കേണ്ടത്. അത് മിക്കവാറും അത് തന്നെയാണ് ഷുവർലി വരാൻ തന്നെ ഞാൻ പറയാൻ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ്. അതിൽ റിഫ്ലക്ഷനും ഇപ്പോൾ പറഞ്ഞ കാര്യം റിഫ്ലക്ഷനും റിഫ്രാക്ഷൻ്റെയും പ്രൂഫ് പഠിക്കുക. പിന്നെ പഠിച്ചിരിക്കേണ്ട കാര്യം നമ്മളെ പോളറൈസേഷൻ്റെ ആ ഒരു ഭാഗമില്ലേ, ചാപ്റ്ററിൻ്റെ അവസാന ഭാഗം പോളറൈസേഷൻ്റെ ചെറിയൊരു വൺ വേർഡ് സെഷൻസ് കാര്യങ്ങൾ, ഇൻറ്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, ഡിഫറൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും. കൊഹറൻറ്റ് സോഴ്സ് എന്താണ്, അങ്ങനത്തെ റെയർ വൺ വേർഡ് സെഷൻസ് വരും. പക്ഷേ നല്ല മാർക്ക് വരുന്നത് ഹൈഗൺസ് പ്രിൻസിപ്പിളാണ്, ഷുവറാണ് കേട്ടോ. ഓക്കെ, 2 മാർക്ക് 1 മാർക്കിൻ്റെ സെഷനിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോളറൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ള കേസ് മാലസ് ലോ എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ തമാശ രൂപേണ മാളൂസ് ലോ എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഭാഗം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 14ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മൾ എ സിയിലാണ്. എ സിയിൽ നമുക്ക് LCR ആ ഒരു ഭാഗമില്ലേ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം വന്നത് LCR ആണ്. ഓക്കെ, LCR സർക്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. അതിൽ ഇമ്പിഡൻസ് പഠിച്ചിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അതിൽ LCR ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത്, ലാസ്റ്റ് ഇയറും ചോദിച്ചത് അത് തന്നെയാണ്. പക്ഷെ അതന്നെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇൻഡക്ടറിൽ AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത്, കപ്പാസിറ്ററിൻ്റെ AC ഇതും വരാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയാം സ്ട്രെസ് ചെയ്യാൻ എനിക്ക് LCR സ്ട്രെസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, ഈ കപ്പാസിറ്ററും ഇൻഡക്ടർ റെസിസ്റ്റർ നോക്കുമ്പോൾ LCR ആണ് കൂടുതൽ സ്ട്രെസ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററിൽ ഏതാ ഇമ്പോർട്ടൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഷുവർലി എനിക്കത് പറയാൻ പറ്റില്ല. അത് ഒരു ടീച്ചറിന് വെറുതെ ഇങ്ങനെ ഗസ് ചെയ്യാനേ ഉള്ളൂ. ഓക്കെ, പക്ഷേ LCRനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ദെൻ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യന് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കപ്പാസിറ്ററിൻ്റെ ഭാഗത്താണ്. മസ്റ്റാണ് കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ കുറിച്ച് പഠിക്കുക. അതിൽ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ C=ε0A/d കുറിച്ച് മസ്റ്റായിട്ട് പഠിക്കണം. അത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ പഠിക്കേണ്ടതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആവുന്നതുകൊണ്ടാണ് ഞാൻ ഫോർമാറ്റും കൂടി കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ കോമ്പിനേഷൻ, അത് സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും പഠിക്കുക. പിന്നെ ഒരു പ്രോബ്ലത്തിൻ്റെ മോഡലും കൂടി അവിടെ കൊടുത്തതാണ്, അത് പറ്റുമെങ്കിൽ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഫൈനൽ ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പ്രോബ്ലം നോക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് മാത്രം നോക്കുക. ആ ഡെറിവേഷൻ കപ്പാസിറ്റർ സീരീസ് ആകുമ്പോൾ 1/CS = 1/C1 + 1/C2 + 1/C3 എന്നും, പാരലൽ വരുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് CP = C1 + C2 + C3 3 കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തെങ്കിൽ. അപ്പോൾ ആ ഒരു ഭാഗം നോക്കണം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കപ്പാസിറ്ററിൻ്റെ ഭാഗമാണ് പാരലൽ പ്ലേറ്റ്. പിന്നെ അതുപോലെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, എനർജി സ്റ്റോർഡ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ സാറേ വേറെ എന്തെങ്കിലും സെക്കൻഡ് ചാപ്റ്റർ പഠിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഭാഗമുണ്ട്, അത് നോക്കുക. ഇക്യു പൊട്ടൻഷ്യലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏകദേശം ഒന്ന് നോക്കിയിരിക്കേണ്ടത്. പിന്നെ സെമി കണ്ടത് ബാക്കി ഫസ്റ്റ് പാർട്ട് കാണാത്തത് നിർബന്ധമായിട്ടത് കാണും കേട്ടോ. പിന്നെ ആറ്റംസ് ന്യൂക്ലിയയിൽ നമുക്ക് നിർബന്ധം എന്ന് പറയാൻ പറ്റില്ല. ആറ്റംസിൽ സ്വാഭാവികമായിട്ടും ബോറിൻ്റെ അറ്റോമിക് മോഡലിൻ്റെ ഭാഗമാണ് ഷുവർലി നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ന്യൂക്ലിയർ ആണെങ്കിൽ മസ്റ്റാണ് ബൈൻഡിങ് എനർജി, മാസ് ഡിഫക്റ്റ് നോക്കുക. ഡുവൽ നേച്ചർ ഞാൻ ഓൾറെഡി തൊട്ടുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു, വേവ് ഒപ്റ്റിക്സും റേ ഒപ്റ്റിക്സും പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെങ്കിൽ നമ്മൾ 7 വേവ്സിനെ കുറിച്ച് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അവരുടെ യൂസസ്, അവരുടെ അറേഞ്ച്മെൻറ്റ് അറിഞ്ഞിരുന്നാൽ തന്നെ ധാരാളമാണ്, അടിപൊളിയായിട്ട് ചെയ്യാം. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണെങ്കിൽ പിന്നെ വീഡിയോ ക്വസ്റ്റ്യനിൽ വരാതിരുന്നത്, കാരണം അത് റയറാണ്. അവിടെ വരുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് ആണ്. പിന്നെ മാഗ്നറ്റിസം ആയിട്ട് മാറ്ററിൽ ഡയ, പാര, ഫെറോ, ഇവരെ കുറിച്ച് അറിയാം, ഇവരുടെ എക്സാമ്പിൾസ് അറിയാം, പ്രോപ്പർട്ടീസ് അറിയാം, ധാരാളം. മൂവിങ് ചാർജസ് പറഞ്ഞു, കറണ്ട് പറഞ്ഞു, ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സും പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ മക്കൾ നിങ്ങൾ നോക്കിയിട്ടുണ്ട്, സുഖമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റും. എനിക്ക് വേറെ എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങൾ വേണമെങ്കിൽ ഷുവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, എനിക്ക് ചെറിയ സമയം കിട്ടി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് കൂടുതൽ എത്തിക്കുക. ഓക്കെ, അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. എല്ലാവരും നല്ല മാർക്കോട് ജയിക്കാൻ വേണ്ടിയിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ വേറെ എന്തെങ്കിലും എന്നെക്കൊണ്ട് ഹെൽപ്പ് വേണം ഷുവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ മക്കളെ. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.